ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാക്രമേ കീ ചെയിൻ ആണ്. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ 3mm ട്വിസ്റ്റഡ് ആയിട്ടുള്ള മാക്രമേ കോഡ് വേണം, 2 എണ്ണം വേണം. അതിനൊരു 70 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു കീ ഹോൾഡർ വേണം. അപ്പോൾ ആദ്യം നമ്മൾ കീ ഹോൾഡറിനെ സർഫസിൽ ഫിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു ടേപ്പ് വെച്ച് ചെയ്താൽ അത് മൂവ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കുറച്ചുകൂടി ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ 70 സെൻറ്റിമീറ്റർ ത്രെഡിൽ ഒരെണ്ണം എടുത്തിട്ട് അതിനെ കറക്റ്റ് സെൻറ്ററിൽ മടക്കുക. ഇതിന് നമ്മുടെ ഈ ഹുക്കിൻ്റെ ഉള്ളിലൂടെ താഴത്തേക്കൂടെ എടുക്കുക. അതിനുശേഷം മേലെയുള്ള പോർഷൻസ് ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ താഴോട്ടേക്ക് വലിച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു പൊത് കിട്ടും. ഇതിനെ പറയുന്ന പേരാണ് ലാക്സ് ഹെഡ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ 2 ത്രെഡുകളും വെച്ചിട്ട് ലാക്സ് ഹെഡ് നോട്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഇതിന് യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് സ്ക്വയർ നോട്ട് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലെ ത്രെഡ് റൈറ്റ് സൈഡിലോട്ടേക്ക് മടക്കിയിട്ട് റൈറ്റ് സൈഡിലെ ത്രെഡ് അതിൻ്റെ മേലെ കൂടെ എടുത്തിട്ട് ബാക്കിലൂടെ ലെഫ്റ്റ് സൈഡിലെ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു ഹാഫ് സ്ക്വയർ നോട്ടായിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ സെയിം പ്രോസസ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. പക്ഷേ ആ സമയത്ത് നമ്മൾ നേരത്തെ ലെഫ്റ്റല്ല എടുത്തത്, ഇനി എടുക്കേണ്ടത് റൈറ്റ് സൈഡിലുള്ള ത്രെഡായിരിക്കും. അതിനൊരു എൽ ഷേപ്പിൽ ഹോൾഡ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ത്രെഡിലൂടെ ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്ക്വയർ നോട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബേസിക് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഈ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മൾ താഴോട്ട് വരെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ഒരു 6 സ്ക്വയർ നോട്ട് വരുന്ന രീതിയിൽ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്കിപ്പം ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. സാധാരണ ഒരു 6 ഒക്കെ മതിയാകും. അപ്പോൾ ഒരു 6 എണ്ണമൊക്കെ ആവുന്ന സമയത്ത് നിർത്താം. അത് ഏകദേശം ഇതാത് കണ്ടില്ലേ, ഇത്ര ലെങ്ത്തൊക്കെയാണ് വരുന്നത്. ഒരു 6 സെൻറ്റിമീറ്റർ ലെങ്ത്തൊക്കെ വരുന്ന രീതിയിലാണുള്ളത്. ഇനി നമുക്ക് ഒരു ഗ്യാതറിങ് നോട്ട് കൂടെ കൊടുക്കാനുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 60 സെൻറ്റിമീറ്ററിൻ്റെ 3mm കോട്ടൺ കോഡ് എടുക്കുക. അതിനെ ഏതെങ്കിലും ഒരു എൻഡ് എടുത്തിട്ട് ഒരു ലൂപ്പ് പോലെ അറ്റത്ത് വെച്ചിട്ട് ഫോം ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കുറച്ച് പോർഷന് തള്ളി നിൽക്കണം. ഈ നമ്മുടെ സ്ക്വയർ നോട്ട് അവസാനിച്ചില്ല അതിന് ശേഷം നീളമുള്ള ഭാഗം ഒരു കുറച്ച് റൗണ്ടുകളായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഇത് നന്നായി കൈ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. എന്നാൽ മാത്രമേ അത് അഴിഞ്ഞു പോകാതിരിക്കുള്ളൂ. അപ്പോൾ ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ടൈറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ അവസാനം വന്ന് ഈ ഒരു ഷേപ്പിൽ വരും. ആ ഇതിനെ വീണ്ടും ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ താഴോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മേലെ ആദ്യം വെച്ചിട്ടില്ലേ, അതിനെ മേലോട്ടേക്ക് പുള്ള് ചെയ്യുക. അപ്പോൾ താഴെയുള്ളത് നന്നായിട്ട് ആകുമ്പോൾ ടൈറ്റായിട്ടിരിക്കും. ഇനി നിങ്ങൾക്കൊന്നില്ലേ 2 ത്രെഡും കട്ട് ചെയ്ത് കളയാം. ഇതിലിപ്പം ഒരു ത്രെഡേ കട്ട് ചെയ്യുന്നുള്ളൂ, കാരണം മറ്റേതവിടെ നിന്നാൽ കുഴപ്പമില്ല. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് അതിന് പുറമെ കാണാത്ത രീതിയിൽ ഒന്ന് ഉള്ളിലോട്ടേക്ക് ആക്കി കൊടുത്ത് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എത്ര ഫ്രിഞ്ചസിന് ലെങ്ത്ത് വേണോ ആ രീതിയിൽ കട്ട് ചെയ്യുക. ഒരു 4 സെൻറ്റിമീറ്ററൊക്കെ മതിയാകും. അപ്പോഴേ കുറച്ച് ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി ഫ്രിഞ്ചസിനെ നന്നായിട്ട് ചീകി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇത് ട്വിസ്റ്റഡ് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഇങ്ങനെ പിരിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു രൂപത്തിലാകും. അതിനുശേഷം അതിനെ കോംബ് ചെയ്യണം. സാധാ ചീർപ്പ് വെച്ച് ചെയ്താൽ മതി. പിന്നെ ആവശ്യമുള്ള ലെങ്ത്തിൽ അത് കട്ട് ചെയ്തെടുക്കുക.
സോ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് നമ്മൾ ബാഗിലൊക്കെ ഹാങ് ചെയ്തിട്ടാൽ നന്നായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്.